വസല്ലമ തങ്ങൾ മുഹറം മാസത്തിനെ പറ്റി പഠിപ്പിക്കുകയാണ്. മുഹറം മാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസമാണ്. 12 മാസങ്ങളിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബത്ത് കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, യാ നബി അല്ലാഹ്, യാ റസൂലല്ലാഹ്, പരിശുദ്ധിയും വിശുദ്ധിയുമുള്ള മുഹറം മാസം എന്നാൽ എന്തെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുഹറം മാസത്തെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു. ഷഹ്റുല്ലാഹ്, മുഹറം മാസം എന്നത് അത് അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് പരിശുദ്ധമായ മുഹറം മാസം എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാവരും ഈ മുഹറം മാസത്തിൽ തുടങ്ങിയാൽ ആരംഭം കണ്ടാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വീട്ടിൽ എഴുതി വെക്കാറുണ്ട്. കാരണം അതിനൊരു പോരിശയുണ്ട് ആ ബിസ്മിക്ക്. മുഹറം മാസത്തിൽ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന പരിശുദ്ധമായ കലാമിനെ എഴുതി അത് വീട്ടിൽ ഒരു വർഷം വരെ സൂക്ഷിക്കുക എന്ന റസൂലുള്ളാഹിന്റെ ഹദീസുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യേകമായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എഴുതി ഒരാൾ വീട്ടിൽ സൂക്ഷിച്ചാൽ അല്ലാഹുവിന്റെ ബർക്കത്ത് ആ വീട്ടിൽ അല്ലാഹു തആല കൊടുക്കുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്തിൽ വർധനവ് കൊടുക്കും. ഒരു വർഷം വരെ, ഈ വർഷം മുതൽ അടുത്ത മുഹറം വരെ അല്ലാഹു തആല സമ്പത്തിൽ വർധനവ് നൽകുമെന്നാണ്. അതാണ് റസൂൽ പറയുന്നു, പ്രത്യേകമായ ഒരു ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീട്ടിൽ നൽകപ്പെടുമെന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് ഷഹ്റുല്ലാഹ് അല്ലാഹു റസൂൽ വെറുതെ പറഞ്ഞത് അതല്ല. ഷഹ്റുല്ലാഹ്, അതുകൊണ്ടല്ലേ അല്ലാഹു റസൂൽ പറഞ്ഞ ഷഹ്റുല്ലാഹ്, പരിശുദ്ധ ഷഹ്റുല്ലാഹിൽ മുഹറം, പരിശുദ്ധമായ മുഹറം മാസം അത് അല്ലാഹുവിന്റെ മാസമാണ്. ആ മുഹറം മാസത്തില് നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾ അക്രമം പ്രവർത്തിക്കല്ലേ, നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾ അക്രമം കാണിക്കാൻ പാടില്ല എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരീരം കൊണ്ട് പാപങ്ങൾ ചെയ്യല്ലേ, അപരാധങ്ങൾ ചെയ്തു പോകല്ലേ, കള്ളുകുടിയിലേക്ക് മാറല്ലേ, വ്യഭിചാരത്തിലേക്ക് മാറല്ലേ, കണ്ണുകൊണ്ടുള്ള ഹറാമിലേക്ക് നിങ്ങൾ നോക്കല്ലേ, ചെവി കൊണ്ടുള്ള ഹറാമിലേക്ക് നിങ്ങൾ നയിക്കല്ലേ. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ പാപത്തിലേക്ക് കടത്തിവിടാൻ പാടില്ല, നിങ്ങളുടെ ശരീരത്തിനോട് അക്രമം കാണിക്കാൻ പാടില്ല. സൂക്ഷിച്ചു വേണം പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്. സൂക്ഷിച്ചു വേണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഷഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് മുഹറം. നമ്മൾ ഇതേവരെ ചെയ്തു പോയ അപരാധങ്ങളും മുഴുവനും അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു തആല പൊറുക്കപ്പെടുന്ന മാസവുമാണ് പരിശുദ്ധമായ മുഹറം മാസമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ മുഹറം മാസത്തെ നമ്മൾ നിസാരവൽക്കരിക്കാൻ പാടില്ല. ഉമ്മ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ ലോകകപ്പ് നടക്കുകയാണ്. ആ ലോകകപ്പിന്റെ ഇടയിൽ പരിശുദ്ധമായ മുഹറം മാസത്തിനെ നിസാരവൽക്കരിച്ചു കൊണ്ടുപോകാൻ പാടില്ല.